ട്രൈ ചെയ്തു. ഇന്നുണ്ടല്ലോ, ഇന്ന് ഫ്രൈഡേ ആണ്, അതുകൊണ്ട് ഇന്നൊരു അവധി ദിവസമാണ്. അതുകൊണ്ട് ഇന്നൊരു ഭയങ്കര റിലാക്സ് ആയിട്ട് ഞാനൊന്ന് ഉറങ്ങി എഴുന്നേറ്റ്. അയൽക്കൂട്ടനും പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോ പറയുന്നത് തന്നെ അവർ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ 9 മണിയോളം ആയി. ഇനി ഒരു കോഫിയൊക്കെ ഇട്ട് തട്ടി മുട്ടി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അയൽക്കൂട്ടനെ ഡാഡിനെയും പറ്റിക്കണം എന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ഒരു അജണ്ട. അപ്പൊ നമുക്കിനി കോഫിയൊക്കെ ഉണ്ടാക്കി ഇന്നത്തെ ബാക്കി വിശേഷത്തിലേക്ക് പോകാം. ഇന്ന് ഇടയ്ക്കായി ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ നമുക്ക് കാണാം. അപ്പൊ ഇന്ന് ഞാനൊരു കോഫി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ സാധാരണ കോഫി ഉണ്ടാക്കാനും കോഫി പൗഡറും നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗറും പിന്നെ നമ്മള് പാലാണ് തിളപ്പിക്കണം. ആ തിളപ്പിച്ച പാലിനകത്തുനിന്ന് 2 സ്പൂൺ പാലും കൂടി ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്തോണ്ടിരിക്കും. കുറേ കേട്ടോ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഉണ്ടല്ലോ നമുക്ക് നല്ല ക്രീമി പരുവത്തിൽ കിട്ടും. കണ്ട, നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഇങ്ങനെ വരണം, ഈ കളറിൽ വരണം. ഈ കളറിൽ വന്നു കഴിയുമ്പോ റെഡിയാന്ന് അതിന്റെ അറിയാം. എന്നിട്ട് ഇതിനകത്തോട്ട് നല്ല ചൂട് തിളപ്പിച്ച് പാലൊഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോ സൂപ്പറായിട്ട് ക്യാപ്പച്ചിനായിട്ട് തേർത്തി പോകുന്ന രീതിയിൽ നല്ല കോഫി കിട്ടും. പക്ഷെ ഇച്ചിരി മെനക്കെടായിട്ടോ. ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഞാൻ ഈ കോഫി രാവിലെ ഉണ്ടാക്കാറുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാത്ത ദിവസങ്ങളിൽ ഈ ഓഫീസിലെ സിറ്റുവേഷൻ പോകുന്നത് കൊണ്ട് ഭയങ്കര ധൃതിയാണ്. ഇവിടെ ഭയങ്കര ബഹളവും ഭയങ്കര ധൃതിയാണ്. അങ്ങനെ ഈ കോഫി ഒന്നും ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെയാണ് ഉണ്ടാക്കാറ്. അപ്പൊ നമുക്കിനി ചൂട് പാലിനകത്തേക്ക് ഒഴിക്കണം. നമുക്കിനി ഇങ്ങോട്ട് ഇങ്ങനെ പാലിങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി 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 കൊടുക്കണം. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ക്യാപ്ചിനോ റെഡി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് സ്നേഹത്തോടെ കെട്ടിയന്മാർക്ക് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കലാകാരന്മാരാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇച്ചിരി ക്രീമൊക്കെ വെച്ച് വേണമെങ്കിൽ ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത്. എനിക്ക് അത്രയ്ക്ക് കലയില്ല, അതുകൊണ്ട് എൻ്റെ ഹാർട്ട് മറ്റേ ഹാർട്ട് അറ്റാക്ക് വന്ന പോലത്തെ ഹാർട്ടായി പോയി കേട്ടോ. ആരും എന്നെ ഒന്നും പറഞ്ഞേക്കരുത്. ഹാർട്ടാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ബ്ലഡ് പമ്പിങ് ഇല്ലാത്ത ഹാർട്ടായിപ്പോയി. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ഒക്കെ അറിയാവുന്നവരാക്കി കൊടുത്താൽ എന്തിനു നമ്മൾ ഹോട്ടലിൽ പോണം. ഇനി നേരെ വണ്ടി ഫിഷ് മാർക്കറ്റിലോട്ട് വിടാം. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഫിഷ് മാർക്കറ്റിൽ നല്ല തിരക്കായിരിക്കും. ഇഷ്ടം പോലെ ഫിഷ് ഉണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അവർ കട്ട് ചെയ്ത് തരേണ്ടതാണെങ്കിൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് കട്ട് ചെയ്ത് തരും. നമ്മളൊക്കെ ഒരു മീനൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞ് അതൊക്കെ കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും സമയം എടുക്കത്തില്ല. ഇവരൊക്കെ എത്ര വലിയ വലിയ ഫിഷ് ആണെങ്കിലും എത്ര ഈസി ആയിട്ടാണ് അത് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് അറിയാമോ? അത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. ഞങ്ങൾ എല്ലാ ഫ്രൈഡേസിലും ഇങ്ങനെ പോയി ഫിഷ് മേടിച്ച് കുറച്ച് ബൾക്കായിട്ട് വാങ്ങിച്ച് ഇങ്ങനെ സ്റ്റോർ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഒരാഴ്ചത്തേക്ക് പിന്നെ എന്തോ പറയണ്ടേ, മീനിനെ പറ്റി ഓർത്തുള്ള ചിന്തയൊന്നും വേണ്ട. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഫിഷൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ പോകണം. നല്ല ചൂടാണ് കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഈ ചൂടത്ത് ഞാനും അയാൻകുട്ടനും കൂടെ വണ്ടിയിൽ ഇരിക്കുകയാണ്. ഞങ്ങൾ അതിന്റെ ഉള്ളിലോട്ട് കയറിയില്ല കേട്ടോ. അപ്പൊ ഇന്ന് വിഷുവച്ചായി മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് മീൻ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് മാർക്കറ്റിൽ നല്ല മീൻ കിട്ടും കേട്ടോ. അപ്പൊ 2 സൈസ് മീനാണ് മേടിച്ചത്. ചൂരയും പിന്നെ എനിക്കറിയാം പേരറിയാൻ മേലാത്ത ഒരു മീനും കൂടെ. അപ്പൊ ഇനിയിപ്പം 1.5 മണിക്കൂറത്തെ പരിപാടിയുണ്ട്. കാരണം ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഇന്ന് അപ്പൊ വെക്കാൻ സമയമുണ്ടെങ്കിൽ ഇന്ന് വെക്കാനാണ് എന്റെ പരിപാടി. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഞാൻ സമയം പോയെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ സമയം 12 മണിയായി. ഞാനെടുത്ത് ഫ്രീസറിലേക്ക് വെക്കും. സമയമുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. മീനെല്ലാം കൂടെ ഒന്ന് പുറത്തോട്ടിട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് ഒരു സെക്ഷൻ ആദ്യമേ തുടങ്ങാം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നോക്കാം. അപ്പോൾ കുറേ നേരത്തെ അധ്വാനത്തിന് ശേഷം മീനൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ. അപ്പൊ എനിക്ക് ഇനിയിപ്പം അത് മീൻ വെക്കാനുള്ള സമയമില്ല. ഒരുപാട് സമയമായി. എന്റെ പ്ലാനിങ് ഒക്കെ തെറ്റിയത് കൊണ്ട് ഞാൻ ഇതുപോലെ ഒരു എയർ ടൈറ്റർ ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഈ മീൻ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് നിറച്ച് നിരക്കിയ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നേരെ ഫ്രീസറിൽ കയറ്റി വെക്കാൻ പോവാണേ. അതാവുമ്പോൾ നമുക്ക് പിന്നെ നാളെയോ മറ്റന്നാളോ ഇത് കുറച്ച് ദിവസം ഇരിക്കും കേട്ടോ. കുറച്ച് ദിവസം ഇരുന്നാലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് മീൻ കിട്ടും കേട്ടോ. ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പൊ നമുക്കിതെല്ലാം ഈ ബോക്സിനകത്താക്കി ഫ്രീസറിൽ വെക്കാം.
ഇത്രയും മതി. ഇതുപോലെ ഇത് കവർ ചെയ്ത് കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് നേരെ ഫ്രീസറിലോട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഈ ബോക്സ് നമുക്ക് ഫ്രീസറിനകത്തോട്ട് വെക്കാം. ഓൾറെഡി ഞാൻ വെച്ചിരിക്കുന്നതാണ് ഇതിപ്പോ ഐസായിട്ട് ഇരിപ്പുണ്ട്. നാളെ ഇതെടുത്തിട്ട് വേണം കറി വെക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള പ്ലാനിങ്ങിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങള് അങ്ങനെ ഇന്ന് എല്ലാ പരിപാടിയും തീർത്തിട്ട് വൈകുന്നേരമായി. ഇനി ഞങ്ങൾ പള്ളിയിലോട്ട് പോവാം കേട്ടോ. ഇന്ന് പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് വരുന്നതുകൂടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. പോവാ അങ്ങോട്ടാ പള്ളിയിലോട്ട്. എങ്ങനെയെങ്കിലും എൻ്റെ കമ്മലും കാത് പറിച്ചെടുക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ ചർച്ചിലെത്തി കേട്ടോ. ചർച്ചിലെത്തി കഴിഞ്ഞ ഒരു സമാധാനത്തോടെ കുറച്ചു നേരം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ വിചാരിച്ച സത്യം പറഞ്ഞാൽ ഞാൻ വന്നത്. ഇവിടെ കുർബാനയൊന്നുമില്ല, കുർബാനയൊക്കെ കഴിഞ്ഞായിരുന്നു. കുറച്ചു നേരം ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കണം എന്നുള്ള പ്ലാനിലൊക്കെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ വന്നത്. എന്ത് ചെയ്യാനാ, എൻ്റെ പുത്രൻ അതിനൊന്നും സമ്മതിച്ചില്ല. അയാൻകുട്ടൻ അപ്പോഴത്തേക്കും ഇറങ്ങി ഓടണം, ബഹളം, ഭയങ്കര പ്രശ്നം. എടുത്തിട്ടൊന്നും കയ്യിൽ നിൽക്കുന്നേയില്ല. ആൾ കുതിച്ച് ചാടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു തരത്തിൽ കുറച്ചു നേരം ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇരുന്ന് മാതാവിൻ്റെ അടുക്കലും പോയി ഒന്ന് പ്രാർത്ഥിച്ച് പെട്ടെന്ന് ഞാൻ ആയാൻകുട്ടനെയും കൊണ്ട് വെളിയിലിറങ്ങി. ഞങ്ങൾ ഇതിനു മുന്നേ മനാമ ചർച്ചിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അവിടെ ഭയങ്കര റഷാണ്. അവിടെ കാറൊന്നും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ല. നമ്മൾ കുറേ ചുറ്റും. അതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ ഇവിടെ വരുന്നത്. ഇവിടെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവനെ നിലത്തോട്ടങ്ങ് വിട്ടു. ഇഷ്ടം പോലെ കുറേ നേരം ഓടി കളിച്ച് മടുത്ത് വിയർത്ത് കുളിച്ചാണ് പിന്നെ തിരിച്ചു പോയത്.